ഹലോ, ജബ്സല്ലാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നത് നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിട്ടാണ്. ഈ സാറ്റർഡേ നടന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2022 ജാനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3-ൽ ഒന്നല്ലാത്തത് എന്നാണ്. ഓപ്ഷൻ എ മണിപ്പൂർ, ഓപ്ഷൻ ബി മേഘാലയ, ഓപ്ഷൻ സി നാഗാലാൻഡ് ആൻഡ് ഓപ്ഷൻ ഡി ത്രിപുര. ഇതിനെ ആഘോഷിക്കാത്തത് നാഗാലാൻഡ് ആണ്. 3 സംസ്ഥാനങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചത് മണിപ്പൂർ, മേഘാലയ, ത്രിപുരയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വ്യാവസായികവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി, അതായത് ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ് എന്നാണ്. ഓപ്ഷൻ എ മോത്തിലാൽ നെഹ്റു, ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ സി ബാലഗംഗാധര തിലക്, ഓപ്ഷൻ ഡി മൗലാന അബ്ദുൽ കലാം ആസാദ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സുഭാഷ് ചന്ദ്ര ബോസ്. തേർഡ് ക്വസ്റ്റ്യൻ 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുകയും 1294 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത് എന്താന്റെ പേരിലാണ് എന്നാണ്. ഓപ്ഷൻ എ ജൻജാഗരൺ യാത്ര, ഓപ്ഷൻ ബി ദണ്ഡി യാത്ര, ഓപ്ഷൻ സി സമാജ് സമാധ യാത്ര, ഓപ്ഷൻ ഡി ഹരിജൻ യാത്ര. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പര്യടനം ഹരിജൻ യാത്രയാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണെന്നാണ്. ഓപ്ഷൻ എ പുരാണക്കില, ഓപ്ഷൻ ബി ആഗ്ര കോട്ട, ഓപ്ഷൻ സി ലാഹോർ കോട്ട ആൻഡ് ഓപ്ഷൻ ഡി അലഹാബാദ് കോട്ട എന്നാണ്. ഇതിൽ നിർമ്മിക്കാത്തത് പുരാണക്കിലയാണ്. ബാക്കി 3, അതായത് ആഗ്ര കോട്ടയും ലാഹോർ കോട്ടയും അലഹാബാദ് കോട്ടയും അക്ബറിന്റെ കാലഘട്ടത്തിലാണ് നിർമ്മിച്ചത്. ഓപ്ഷൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര് എന്നാണ്. ഓപ്ഷൻ എ രാമൻ നമ്പി, ഓപ്ഷൻ ബി തലക്കൽ ചന്തു, ഓപ്ഷൻ സി പഴശ്ശിരാജ, ഓപ്ഷൻ ഡി എടച്ചേല കുങ്കൻ. ഇത് 1812 വയനാട്ടിലാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ രാമൻ നമ്പിയാണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്നാണ്. ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി അയ്യങ്കാളി, ഓപ്ഷൻ സി പൊയ്കെ അപ്പച്ചൻ, ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ്. സെവൻത് ക്വസ്റ്റ്യൻ കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണെന്നാണ്. ഓപ്ഷൻ എ 1990, ഓപ്ഷൻ ബി 1992, ഓപ്ഷൻ സി 1991 ആൻഡ് ഓപ്ഷൻ ഡി 1989. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 1991. എയ്ത്ത് ക്വസ്റ്റ്യൻ 2ാം ലോക മഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്. ഓപ്ഷൻ എ പിറ്റ്സ്ബർഗ്, ഓപ്ഷൻ ബി പീറ്റേഴ്സ്ബർഗ്, ഓപ്ഷൻ സി ഗെറ്റിസ്ബർഗ്, ഓപ്ഷൻ ഡി ന്യൂറംബർഗ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ന്യൂറംബർഗ് ആണ്. 9th ക്വസ്റ്റ്യൻ 18ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത് എന്നാണ്. ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും ചങ്ങലയിലാണ്. അത് ആര് പറഞ്ഞു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ജീൻ ജാക്വസ് റൂസോ, ഓപ്ഷൻ ബി വോൾട്ടയർ, ഓപ്ഷൻ സി ബാരൻ ഡി മൊഡെസ്ക്യൂ, ഓപ്ഷൻ ഡി ഡെന്നിസ് ഡിഡറോട്ട് എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ജീൻ ജാക്വസ് റൂസോയാണ് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. 10th ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത് എന്നാണ്. ഓപ്ഷൻ എ സ്പാനിഷ്, ഓപ്ഷൻ ബി ഫ്രഞ്ച്, ഓപ്ഷൻ സി അറബിക്, ഓപ്ഷൻ ഡി പോർച്ചുഗീസ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി പോർച്ചുഗീസ് ആണ്. സ്പാനിഷും ഫ്രഞ്ചും അറബിക്കും ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകളിൽ പെടുന്നതാണ്. 11th ക്വസ്റ്റ്യൻ ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 എന്ന സ്ഥലം ഏത് സ്ഥലം വരെയാണ് നീട്ടിയത് എന്നാണ്. ഓപ്ഷൻ എ തൃശൂർ, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി മലപ്പുറം. ഇത് നീട്ടിയിരിക്കുന്നത് കോഴിക്കോട് വരെയാണ്, ഓപ്ഷൻ സി. 12th ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപ നിലയം അല്ലാത്തത് എന്നാണ്. ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഇതിലല്ല. ഇതിൽ താതാപാനി എന്ന് പറയുന്നതും പുകയെന്ന് പറയുന്നതും ജിയോ തെർമൽ പവർ പ്ലാന്റ് ആണ്.
അതുപോലെ നറോറ ന്യൂക്ലിയർ പവർ പ്ലാന്റും സിംഗ്രോളി തെർമൽ പവർ പ്ലാന്റും ആണ്. അടുത്ത താഴെ പറയുന്ന ജോഡികളെ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത് എന്നാണ്. ലെഫ്റ്റ് സൈഡിൽ പേരന്റ് റോക്കും മെറ്റമോർഫോസിസ് എന്ന റോക്കും ആണ് ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്നത്. ഇതിലാദ്യത്തത് ഗ്രാനൈറ്റ് ഗ്നേസ്, മണൽക്കല്ല്, സിസ്റ്റ്, ചുണ്ണാമ്പ് കല്ല്, മാർബിൾ, ഷെയിൽ, സ്ലേറ്റ് എന്നാണ്. ഇതിൽ തെറ്റായിട്ട് തന്നിരിക്കുന്നത് മണൽക്കല്ലാണ്, സാൻഡ്സ്റ്റോൺ. അത് മെറ്റമോർഫിക് ആവുന്നത് ക്വാർട്സൈറ്റ് ആയിട്ടാണ്. അടുത്ത 14th സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത് എന്നാണ്. ഓപ്ഷൻ എ ലാംബർട്ട് കൺഫോമൽ കോണിക്, ഓപ്ഷൻ ബി മെർക്കേറ്റർ, ഓപ്ഷൻ സി പോളികോണിക് ആൻഡ് ഓപ്ഷൻ ഡി അസിമുത്തൽ സമദൂരം. ഇതിൽ കറക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി പോളികോണിക് ആണ്. 15th ക്വസ്റ്റ്യൻ 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിന്റെ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോർത്തോ ഏത് ഏഷ്യൻ രാജ്യത്താണ് എന്നാണ്. ഓപ്ഷൻ എ ദക്ഷിണ കൊറിയ, ഓപ്ഷൻ ബി അഫ്ഗാനിസ്ഥാൻ, ഓപ്ഷൻ സി ഇന്ത്യ ആൻഡ് ഓപ്ഷൻ ഡി ജപ്പാൻ. ഇതിലെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ജപ്പാൻ ആണ്. 16th ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ പണനയത്തിന്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക എന്നാണ്. ഫസ്റ്റ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, സെക്കൻഡ് കമ്മി ധനസഹായം, 3 നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ ആൻഡ് ഡി നികുതി നയങ്ങൾ. ഇതിൽ കറക്റ്റായിട്ടുള്ള ഉപകരണങ്ങൾ 1 ഉം 3 ഉം ആണ്. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റും അതുപോലെ നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോയും. 17th ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുക എന്നാണ്. ഓപ്ഷൻ എ ഉയർന്ന സർക്കാർ ചെലവും കുറഞ്ഞ നികുതികളും, ഓപ്ഷൻ ബി ഉയർന്ന സർക്കാർ ചെലവും ഉയർന്ന നികുതിയും, ഓപ്ഷൻ സി കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതിയും ആൻഡ് ഓപ്ഷൻ ഡി കുറഞ്ഞ സർക്കാർ ചെലവും കുറഞ്ഞ നികുതികളും. കറക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും. അടുത്ത 18th ക്വസ്റ്റ്യൻ ഫാക്ടറി ചെലവിൽ GDP ഇതിന് തുല്യമാണെന്നാണ്. അതായത് ഫാക്ടറി ചെലവിൽ GDP = എത്ര ആണെന്നാണ് ചോദിക്കുന്നത്. എ എന്ന് പറയുന്നത് വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതി, ബി വിപണി വിലയിൽ GDP പ്ലസ് അറ്റ പരോക്ഷ നികുതി, സി വിപണി വിലയിൽ GDP മൈനസ് മൂല്യത്തകർച്ച, ഓപ്ഷൻ ഡി വിപണി വിലയിൽ GDP പ്ലസ് മൂല്യത്തകർച്ച. ഇതിന്റെ ഫാക്ടറി ചെലവിൽ GDP = വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതിയാണ് ഓപ്ഷൻ എ. 19th ക്വസ്റ്റ്യൻ സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് 5-year പ്ലാനിന്റെ കാലത്താണ് എന്നാണ് ചോദ്യം. എ 7th 5-year പ്ലാൻ, ബി 9th 5-year പ്ലാൻ, സി 10th 5-year പ്ലാൻ ആൻഡ് ഡി 11th 5-year പ്ലാൻ ആണ്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 9th 5-year പ്ലാന്റെ കീഴിലാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത്. 20th ക്വസ്റ്റ്യൻ എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചത്? ഓപ്ഷൻ എ ധനകാര്യ മന്ത്രാലയം, ബി നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം, സി സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം, ഡി ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയം. ഇത് നമുക്ക് തൊഴിലാളികളാകുമ്പോഴേ അറിയാം. ഓപ്ഷൻ ഡി ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയമാണ്. 21st ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിന്റെ പ്രവർത്തനം അല്ലാത്തത്? ഓപ്ഷൻ എ ഗവൺമെന്റിന്റെ നയങ്ങൾ നടപ്പിലാക്കൽ, ബി നിയുക്ത നിയമ നിർമ്മാണം, സി ഗവൺമെന്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക, ഡി സാമൂഹ്യ സേവനങ്ങൾ നിർവഹിക്കുന്നു. ഇതിനകത്ത് ഉൾപ്പെടാത്തത് ഗവൺമെന്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുകയാണ്, ഓപ്ഷൻ സി. അടുത്ത 22nd ക്വസ്റ്റ്യൻ വിഷൻ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കിയിട്ടുള്ള NEGPയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത് എന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിന്റെ അടുത്ത് എത്തിക്കുക, സെക്കൻഡ് കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക, തേർഡ് സൗജന്യ സേവനങ്ങൾ. ഇതിനകത്ത് താഴെ ഉൾപ്പെടുന്നത് പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിന്റെ അടുത്ത് എത്തിക്കുകയും കാര്യക്ഷമത സുതാര്യതയും ഉറപ്പാക്കുകയുമാണ് കറക്റ്റ്. 23rd ക്വസ്റ്റ്യൻ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സാമൂഹ്യവൽക്കരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പ്രവർത്തനം, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് സംയോജനത്തിന്റെ പ്രവർത്തനം, അതും ശരിയാണ്. തേർഡ് രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിന്റെ പ്രവർത്തനം, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1 ഉം 2 ഉം മാത്രമാണ്.
24th ക്വസ്റ്റ്യൻ, COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേരാണ്? ഓപ്ഷൻ എ പ്രധാനമന്ത്രി റോസ്ഗാർ പ്രോത്സാഹൻ യോജന PMRPY. ഓപ്ഷൻ ബി ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY. ഓപ്ഷൻ സി പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം PLI. ഓപ്ഷൻ ഡി സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം. ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജനയാണ് ABRY. അടുത്ത 25th ക്വസ്റ്റ്യൻ, ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60 നിന്ന് 50 കുറച്ച സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ജാർഖണ്ഡ്, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി ഒറീസ ആൻഡ് ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ജാർഖണ്ഡ്. 26th ക്വസ്റ്റ്യൻ, ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ പ്രസ്താവനകൾ പരിഗണിക്കുക എന്നാണ്. അതിലെ ഫസ്റ്റ് വൺ, ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, സിയാദാസ് ആണ്. സെക്കൻഡ്, നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. അത് ശരിയാണ്. മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ മുകളിൽ തന്നിരിക്കുന്നതിൽ പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി 2 മാത്രം. 27th ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ് എന്നാണ് ചോദ്യം. സോ ഫസ്റ്റ് പൊതുക്രമം, സെക്കൻഡ് ധാർമ്മികത, 3 ആരോഗ്യം. സോ ഈ മുകളിൽ പറഞ്ഞവയെല്ലാം ആർട്ടിക്കിൾ 26ന്റെ ഇടയിൽ വരുന്നതാണ്. അടുത്ത 28th ക്വസ്റ്റ്യൻ ആണ്, പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണെന്നാണ്, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നാണ്. ഫസ്റ്റ് 31A, സെക്കൻഡ് 48A, തേർഡ് 51A. സോ ഇതിലെ പരിസ്ഥിതി സംരക്ഷണവും വനവും വന്യജീവിയായിട്ട് ബന്ധപ്പെട്ട് 48Aയും 51Aയും ആണ് കറക്റ്റ് വരുന്നത്. അടുത്ത 29th ക്വസ്റ്റ്യൻ, ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്നുള്ളതാണ്. സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ്, ഹാജരാക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് 14 ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ്. സോ മുകളിൽ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേതെന്നാണ്. സോ നമുക്ക് ഭൂരിപക്ഷം എല്ലാ അംഗങ്ങളുടെയും ആവശ്യമില്ല. സോ സെക്കൻഡും തേർഡും മാത്രമാണ് കറക്റ്റ്. അതായത് വോട്ട് പ്രസന്റ് ആയിട്ട് വോട്ട് ചെയ്യുന്നവരുടെ 2/3 ഭാഗം ആവശ്യമാണ്. അതുപോലെ 14 days മുമ്പ് അവർ നോട്ടീസ് നൽകേണ്ടതുമാണ്. അടുത്ത 30th ക്വസ്റ്റ്യൻ, 106-ാം ഭരണഘടന ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റം ഏതാണെന്നാണ്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239A, സെക്കൻഡ് ആർട്ടിക്കിൾ 330A, 332A എന്നിവ ഉൾപ്പെടുത്തി. തേർഡ്, OBC സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം നൽകി. സോ ഇതിൽ കറക്റ്റായിട്ട് പ്രധാനം വരുത്തിയത് ഓപ്ഷൻ എ ഉണ്ട്. അതായത് ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239A വരും. അതുപോലെ 330Aയും 332Aയും അതിനകത്ത് ഉൾപ്പെടുത്തി. അതുകൊണ്ട് ഓപ്ഷൻ AC 1ഉം 2ഉം മാത്രമാണ്. 31st ക്വസ്റ്റ്യൻ, 2023 വിംബിൾസ്റ്റണിൽ വിജയം നേടിയത് ആരാണെന്നാണ്. ഓപ്ഷൻ എ നൊവാക് ജോക്കോവിച്ച്, ഓപ്ഷൻ ബി കാർലോസ് അൽക്കാരസ്, ഓപ്ഷൻ സി ജെനിക് സിനർ ആൻഡ് ഓപ്ഷൻ ഡി ഡാനിൽ മെത്തേവ് ആണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി കാർലോസ് അൽക്കാരസ് ആണ് കറക്റ്റ് ആൻസർ. 32nd ക്വസ്റ്റ്യൻ, ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏതാണെന്നാണ്. ഓപ്ഷൻ എ രണ്ടാമൂഴം, ഓപ്ഷൻ ബി ഉമ്മാച്ചു, ഓപ്ഷൻ സി അഗ്നിസാക്ഷി ആൻഡ് ഓപ്ഷൻ ഡി ഇനി ഞാൻ ഉറങ്ങട്ടെ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അഗ്നിസാക്ഷി. 33rd ക്വസ്റ്റ്യൻ, ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണെന്നാണ്. ഓപ്ഷൻ എ റസൽ പൂക്കുട്ടി, ഓപ്ഷൻ ബി സത്യജിത് റേ, ഓപ്ഷൻ സി PJ ആന്റണി, ഓപ്ഷൻ ഡി MT വാസുദേവൻ എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, റസൂൽ പൂക്കുട്ടി. 34th ക്വസ്റ്റ്യൻ, ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി. ഓപ്ഷൻ എ 19,463,
ഓപ്ഷൻ ബി 15921, ഓപ്ഷൻ സി 14368 ആൻഡ് ഓപ്ഷൻ ഡി 18426. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 18426. 35th ക്വസ്റ്റ്യൻ. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണെന്നാണ്? ഓപ്ഷൻ എ തകഴി ശിവശങ്കരപ്പിള്ള, ഓപ്ഷൻ ബി PC കുട്ടികൃഷ്ണൻ, ഓപ്ഷൻ സി SL പുരം സദാനന്ദൻ ആൻഡ് ഓപ്ഷൻ ഡി രാമോകാരൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, SL പുരം സദാനന്ദൻ. 36th ക്വസ്റ്റ്യൻ. ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണെന്നാണ്? ഓപ്ഷൻ എ S ഗുപ്തൻ നായർ, ഓപ്ഷൻ ബി ജോസഫ് മുണ്ടശ്ശേരി, ഓപ്ഷൻ സി M ലീലാവതി ആൻഡ് ഓപ്ഷൻ ഡി സുകുമാർ അഴീക്കോട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, S ഗുപ്തൻ നായർ. അടുത്ത 37th ക്വസ്റ്റ്യൻ. കുമാരനാശാൻ അന്തരിച്ച വർഷമാണ്? സോ ഓപ്ഷൻ എ 1922, ഓപ്ഷൻ ബി 1924, ഓപ്ഷൻ സി 1926 ആൻഡ് ഓപ്ഷൻ ഡി 1928. ഇതിലേക്ക് അന്തരിച്ച വർഷം കറക്റ്റ് ആൻസർ 1924, ഓപ്ഷൻ ബി ആണ്. 38th ക്വസ്റ്റ്യൻ. കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് എന്നാണ്? ഓപ്ഷൻ എ ജി അരവിന്ദൻ, ഓപ്ഷൻ ബി അടൂർ ഗോപാലകൃഷ്ണൻ, ഓപ്ഷൻ സി പൈ പത്മരാജൻ ആൻഡ് ഓപ്ഷൻ ഡി ഭരതൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ജി അരവിന്ദൻ. 39th ക്വസ്റ്റ്യൻ. 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു എന്നാണ്? ഓപ്ഷൻ എ കാർലോസ് ബിലാർഡോ, ഓപ്ഷൻ ബി ദിദിയർ ദെഷാപ്സ്, ഓപ്ഷൻ സി ക്ലോഡിയോ എച്ചെവേരി, ഓപ്ഷൻ ഡി ലയണസ് ക്ലോണിയാണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലയണസ് ക്ലോണി. സോ 40th ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്? ഓപ്ഷൻ എ പാലക്കാട്, ഓപ്ഷൻ ബി മലപ്പുറം, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി തൃശ്ശൂർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മലപ്പുറം. അടുത്ത് താഴെ പറയുന്നവയിൽ പൊരുത്തപ്പെടുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് നമ്മുടെ IT ആയിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഇതിന്റെ കറക്റ്റ് നോക്കാം നമുക്ക്. സോ നമുക്ക് റൈറ്റ് സൈഡിൽ ചെക്ക് ചെയ്യാം. സോ ആദ്യത്തത് വ്യത്യസ്ത പ്രോട്ടോകോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് ഇത് ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഏതാണെന്നാണ്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റൂട്ടർ ആണ്. അടുത്ത നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു, അതെന്ന് പറഞ്ഞാൽ റിപ്പീറ്റർ ആണ്. അതുപോലെ 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു, അതെന്ന് പറയുന്നത് ഗേറ്റ്വേ ആണ്. അതുപോലെ നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നത് ഹബും ആണ്. അടുത്ത 42nd ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അതായത് CPU വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പരമാവധി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡേറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെന്റൽ മെമ്മറി സിസ്റ്റം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ റാം, ഓപ്ഷൻ ബി ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, ഓപ്ഷൻ സി കഷീർ മെമ്മറി, ഓപ്ഷൻ ഡി ഫ്ലാഷ് മെമ്മറി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കഷീർ മെമ്മറി. അടുത്ത 43rd ക്വസ്റ്റ്യൻ. ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിന്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപയോഗീകൃതമായ നാമങ്ങൾ, പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികതയാണ് ഏതെന്ന് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ റൺസോം വെയർ, ഓപ്ഷൻ ബി സലാമി ആക്രമണം, ഓപ്ഷൻ സി വെബ് ജാക്കിംഗ്, ഓപ്ഷൻ ഡി വൈറസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വെബ് ജാക്കിംഗ്. അടുത്ത 44th ക്വസ്റ്റ്യൻ. സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ എ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ബി പാക്കേജ് സോഫ്റ്റ്വെയർ, ഓപ്ഷൻ സി മിഡിൽവെയർ, ഓപ്ഷൻ ഡി ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. കറക്റ്റ് ആൻസർ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. 45th ക്വസ്റ്റ്യൻ. ലാറി പേജും സെർജി ബ്രിൻഡും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്ന് ഏതാണെന്നാണ്? ഓപ്ഷൻ എ യാഹൂ, ഓപ്ഷൻ ബി ഗൂഗിൾ, ഓപ്ഷൻ സി ബിങ്, ഓപ്ഷൻ ഡി സഫാരി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഗൂഗിൾ ആണ്. അടുത്ത 46th ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നാണ്? ഓപ്ഷൻ എ രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന, ഓപ്ഷൻ ബി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, ഓപ്ഷൻ സി പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷ യോജന, ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. 2018 ആരംഭിച്ചത് ആയുഷ്മാൻ ഭാരത് ആണ്. അടുത്ത 47th. താഴെ പറയുന്നതിൽ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുതി ഉൽപാദനത്തിൽ അവരുടെ സംഭാവന
കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക എന്നാണ് പറയുന്നത്. കുറയുന്ന തരത്തിലാണ് ഫസ്റ്റ് സൗരോർജ്ജം, കാറ്റ് ശക്തി, ബയോമാസ്. സോ ഏറ്റവും കൂടുതൽ നമ്മൾ സൗരോർജ്ജമാണ്, അതിനുശേഷം വിൻഡ് എനർജി, അതിനുശേഷമാണ് ബയോമാസ് യൂസ് ചെയ്യുന്നത്. അടുത്ത താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹം അല്ലാത്തത് എന്നാണ്. HPSAT, IHP, SROSSC, ഹൈസിസ് ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി IHPE ആണ് നമ്മുടെ ഇന്ത്യയുടെ അല്ലാത്തത്. 49th ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ച് കൺവെൻഷനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണത്തിന് സുസ്ഥിര പ്രയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണിത്. സെക്കൻഡ്, ദേശീയ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത്. തേർഡ്, ദേശീയ ജൈവവൈവിധ്യ തന്ത്രങ്ങളും പ്രധാന പ്രവർത്തനങ്ങൾ NBSA ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളാണ്. ഫോർത്ത്, ഒരു ദേശീയ ജൈവ വൈവിധ്യ തന്ത്രം തയ്യാറാക്കുന്നതിനും ഈ തന്ത്രം ജൈവവൈവിധ്യത്തിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്കും ഈ തന്ത്രത്തെ മുഖ്യം താരയാക്കുന്നതിനും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. ഇതിൽ ഏതാണ് കറക്റ്റ് സെൻറ്റൻസുകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റും തേർഡും ഫോർത്തും ശരിയാണ്. അടുത്ത 50th ക്വസ്റ്റ്യൻ, സൂര്യഭൗമ വ്യവസ്ഥയിലൂടെ ലാഗ്രാഞ്ച് പോയിന്റ് 1 അതായത് L1 ദൂരം എത്രയാണെന്നാണ്. ഫസ്റ്റ് എ, ഓപ്ഷൻ എ ഭൂമിയിൽ നിന്നും 1.5 ദശലക്ഷം കിലോമീറ്റർ. ഓപ്ഷൻ ബി സൂര്യനിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ. സി ഭൂമിയിൽ നിന്ന് 1.5 ലക്ഷം കിലോമീറ്റർ. ഡി സൂര്യനിൽ നിന്ന് 1.5 ലക്ഷം കിലോമീറ്റർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ. അടുത്ത ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ്, വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് ദ പാർട്ട് ഓഫ് സ്പീച്ചിൻ്റെയാണ്. ക്വിക്ക്ലി എന്ന വേർഡ് ഏത് പാർട്ട് ഓഫ് സ്പീച്ചിൽ വരുമെന്നാണ്. ഓപ്ഷൻ എ അഡ്ജക്റ്റീവ്, ബി നൗൺ, സി ആഡ്വർബ്, ഡി വെർബ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ആഡ്വർബ് ആണ്. 72 ചൂസ് ദ ഇൻകറക്റ്റ് സ്പെല്ലിങ്സ്. ഇതിനകത്ത് ഇൻകറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന സ്പെല്ലിങ്സ് ഏതൊക്കെയാണ്? നെസസറിയുടെ കറക്റ്റ് സ്പെല്ലിംഗ് ഓപ്ഷൻ 1 ആണ്, NECESSARY. സെക്കൻഡും തേർഡും ആണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. 73rd question, identify the sentence with the correct preposition. ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ യൂസേജ് വരുന്ന ആ കറക്റ്റ് സെൻറ്റൻസ് ഏതാണ് പറയുന്നത്? ഷീ ഈസ് അലർജിക് ടു കാറ്റ്സ്. ഇത് കറക്റ്റ് ആണ്. ഷീ ഈസ് ഫോണ്ട് ഓഫ് പ്ലേയിങ് ദ പിയാനോ. അതും കറക്റ്റഡ് ആണ്. ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഇൻ കംപ്ലീറ്റിംഗ് ദ അസൈൻമെൻറ്റ്. അത് തെറ്റായിട്ടുള്ള സെൻറ്റൻസ് ആണ്. ദേ ആർ എക്സൈറ്റഡ് അബൌട്ട് ദ അപ്കമിങ് ട്രിപ്പ്. സോ അത് സെറ്റാണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. 74th ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യും, അതിന് ആൻസർ കറക്റ്റ് തന്നിട്ടില്ല. 75th എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്ട് വെർബ് എഗ്രിമെൻ്റ് ആണ്. സോ ഇതിൽ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് ദെയർ ഓൺ ലാപ്ടോപ്പ്. സോ അടുത്തത് ബി, ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ദെയർ ഓൺ ലാപ്ടോപ്പ്. ഓപ്ഷൻ സി, ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് ഹിസ് ഓൺ ലാപ്ടോപ്പ്. ആൻഡ് ഓപ്ഷൻ ഡി, ഈച്ച് ഓഫ് ദ സ്റ്റുഡൻറ്റ് ഹാസ് ഹിസ് ഓൺ ലാപ്ടോപ്പ്. സോ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ സിംഗുലർ ആയിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഹാസ് ആണ് വരിക. അതുപോലെ സ്റ്റുഡൻസിൻ്റെ ദെയർ ആണ് വരിക, ദെയർ ഓൺ ലാപ്ടോപ്സ് എന്നാണ് വരിക. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 76th കറക്റ്റ് ആൻസർ തന്നിട്ടില്ല. 77th സെലക്ട് ദ ആൻസർ വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ ആണ്. ഐ ആം ഗോയിങ് ടു ദ മാൾ. അപ്പോൾ അത് സ്മോൾ ആണ് അവിടെ ആയി തന്നിരിക്കുന്നത്. അതുപോലെ ഓപ്ഷൻ ബിയിൽ ഐ ആം ഗോയിങ് ടു ദ മോൾ, അത് കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. എല്ലായിടത്തും സെയിം സെൻറ്റൻസ് ആണ്. പക്ഷേ ഫസ്റ്റിൽ ഐ സ്മോൾ ലെറ്ററും അതുപോലെ സിയിൽ ആമിൻ്റെ ക്യാപിറ്റലും അതുപോലെ ഓപ്ഷൻ ഡിയിൽ ആം ക്യാപിറ്റലും ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തത് ക്യാപിറ്റൽ ലെറ്ററിലും അതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം സ്മോൾ ലെറ്ററിലും. 78th ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് അന്റോണിം ഓഫ് ദ വേർഡ് കംഫർട്ടബിൾ ഫോംഡ് വിത്ത് ദ സഫിക്സ് ആണ്. കംഫർട്ടബിളിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതൊക്കെ ഓപ്ഷൻ എ അൺകംഫർട്ടബിൾ, ഓപ്ഷൻ ബി ഡിസ്കംഫർട്ട്, ഓപ്ഷൻ സി കംഫർട്ട്ലെസ്, ഓപ്ഷൻ ഡി കംഫർട്ടിഫൈ ആണ്. കറക്റ്റ് ആൻസർ അൺകംഫർട്ടബിൾ ആണ്. 79th ക്വസ്റ്റ്യൻ, ചൂസ് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ദ ഫ്രേസൽ വെർബ് ഗിവൻ. ഗിവൻ എന്നുള്ള അർത്ഥം കറക്റ്റായിട്ട് വരും. ഫ്രേസൽ വെർബിൻ്റെ കറക്റ്റ് അർത്ഥം വരുന്ന സെൻറ്റൻസ് ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹി ഗേവ് ഇൻ ടു ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ്. ഓപ്ഷൻ ബി ഹി ഗേവ് ഇൻ ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ്. ഓപ്ഷൻ സി ഹി ഗേവ് ഇൻ ദ റിക്വസ്റ്റ് ഓഫ് ഹിസ് ഫ്രണ്ട്. ഓപ്ഷൻ ഡി ഹി ഗേവ് അപ്പ് ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ്. ഇതിന് കറക്റ്റ് ആൻസർ ഹി ഗേവ് ഇൻ ടു ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ്, ഓപ്ഷൻ എ ആണ്. 80th ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് എ ജെറൻഡ് ആണ്. സോ ഷീ എൻജോയ്സ് ടു സ്വിം ഇൻ ദ ഓഷൻ.
Option A. Option B. She enjoys swimming in the ocean. Option C. She enjoys swim in the ocean. Option D. She enjoys swam in the ocean. Gerund എന്ന് പറഞ്ഞാൽ ING ഫോം ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ്. She enjoys swimming in the ocean. അടുത്ത 81st question. What is the term for the excessive use of words? Option A. verbosity. Option B. eloquence. Option C. consensus. ഓപ്ഷൻ ഡി ലക്കോണിസം ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. വെർബോസിറ്റി എന്നാണ് ഈ എക്സസീവ് യൂസ് ഓഫ് വേർഡ്സിൽ നമ്മൾ പറയുന്നത്. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ റിപ്പോർട്ടഡ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഐ വോണ്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ഷീ സെഡ്. ഓപ്ഷൻ എ ഷീ സെഡ് ദാറ്റ് ഷീ കുഡ്ന്റ് അറ്റൻഡ് ദ മീറ്റിംഗ്. ഓപ്ഷൻ ബി ഷീ സെഡ് ദാറ്റ് ഷീ വോണ്ട് അറ്റൻഡ് ദ മീറ്റിംഗ്. ഓപ്ഷൻ സി ഷീ സെഡ് ഷീ കാൺട്ട് അറ്റൻഡ് ദ മീറ്റിംഗ്. സോ ഓപ്ഷൻ സി ഷീ സെഡ് ഷീ വുഡ്ന്റ് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഷീ സെഡ് ഫ്രണ്ടിൽ വന്നു, അതുപോലെ തന്നെ ചേഞ്ച് ചെയ്തു. 83rd ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് മാസ്കുലിൻ ആൻഡ് ഫെമിനൈൻ ഫോർ ജെൻഡർ ആണ്. സോ ദി ടൈഗ്രസ് ഈസ് നോൺ ഫോർ ഹിസ് സ്ട്രൈപ്സ്. ദ വിറ്റ്സൺ ഈസ് നോൺ ഫോർ ഹിസ് കണ്ണിംഗ് ട്രിക്സ്. ദ സ്റ്റാലിൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത്. ദ ലയൺ ഈസ് നോൺ ഫോർ ഹാസ് ഹണ്ടിങ് സ്കിൽസ്. ഇതിനകത്ത് വരുന്നത് ടൈഗ്രസ് എന്ന് പറയുമ്പോൾ അത് ഫെമിനൈൻ ആണ്. അപ്പോൾ ഇവിടെ ഹിസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വിറ്റ്സനും ഫെമിനൈൻ ആണ്, ഇവിടെ ഹിസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ലയൺ അത് ആക്ച്വലി അത് മെസ്കുലൈൻ ആണ്, പക്ഷെ ഇവിടെ ഹെർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. സ്റ്റാലിയൻ ഹിസ് സ്ട്രെങ്ത്. അടുത്ത 84 സെലക്ട് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്. ദ നൈറ്റ് റോഡ് ഹിസ് ഹോസ് ഇൻ ടു ദ സൺസെറ്റ്. ഇവിടുത്തെ നൈറ്റിന് സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. അടുത്ത പോലെ നൈറ്റ് റോഡ് ഹിസ് ഹോസ് ഇൻ ടു ദ സൺസെറ്റ്. ഇവിടുത്തതും വ്യത്യാസമാണ്. ഇവിടുത്തത് നോക്കാം. കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ സി. ദ നൈറ്റ് റോഡ് ഹിസ് ഹോസ് ഇൻ ടു ദ സൺസെറ്റ് ആൻഡ് ദ നൈറ്റ് റോഡ് ഹിസ് ഹോസ് ഇൻ ടു ദ സൺസെറ്റ്. ഇത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സോ 85th ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്ത ഇഡിയം. വാട്ട് ഇസ് ദ ഇഡിയം ടു സ്പിൽ ദ ബീൻസ് മീൻസ്? ടു സ്പിൽ ദ ബീൻസിന്റെ അർത്ഥം എന്താണെന്നാണ്. ഓപ്ഷൻ എ ടു ക്ലീൻ അപ്പ് എ മെസ്. ഓപ്ഷൻ ബി ടു റിവീൽ എ സീക്രട്ട്. ഓപ്ഷൻ സി ടു സ്കാറ്റർ സീഡ്സ് ഇൻ എ ഗാർഡൻ. ഓപ്ഷൻ ഡി ടു ഡ്രിങ്ക് ടു മച്ച് കോഫി. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ടു റിവീൽ എ സീക്രട്ട്. ഒരു സീക്രട്ട് റിവീൽ ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. 87 കറക്റ്റ് ചൂസ് കറക്റ്റ് സെന്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് വെർബ് ആണ്. ഓപ്ഷൻ എ ദ ചൈൽഡ് fallen asleep during the movie. ഓപ്ഷൻ ബി ദ ചൈൽഡ് fell asleep during the movie. ഓപ്ഷൻ സി ദ ചൈൽഡ് falling asleep during the movie. ഓപ്ഷൻ ഡി ദ child fall asleep during the movie. ഇവിടെ നമ്മൾ സിമ്പിൾ ഫോം ആണ്. ദ ചൈൽഡ് fell asleep during the movie. 88th ക്വസ്റ്റ്യൻ. റെബേക്ക റെയർലി ഈറ്റ് സ്വീറ്റ്സ് എന്നാണ്. ഓപ്ഷൻ എ ഡസ് ഷീ. ഓപ്ഷൻ ബി ഈസൻ ഷീ. ഓപ്ഷൻ സി ഡോണ്ട് ഷീ. ഓപ്ഷൻ ഡി ഡസൻ ഷീ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി എ ഡസ് ഷീ ആണ്. റെയർലി ഒരു നെഗറ്റീവ് വേർഡ് ആണ്. So 89th question. What term describes the deliberate and systematic extermination of a national, racial, political or cultural group ആണ്. ഓപ്ഷൻ എ xenophobia. ഓപ്ഷൻ ബി genocide. ഓപ്ഷൻ സി misogyny. ഡി ethnicity. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി genocide ആണ്. അടുത്ത സിനോണിം ആണ്. മെറ്റിക്കുലസിന്റെ സിനോണിം ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കെയർഫുൾ. ഓപ്ഷൻ ബി മെസ്സി. ഓപ്ഷൻ സി കെയർലെസ്. ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ഇതിൽ കറക്റ്റ് എയും ബി എന്ന് പറയുന്നത് രണ്ട് ഓപ്പോസിറ്റ് വർക്കായിട്ടാണ് ഒരുവിധം വരിക. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് കെയർഫുൾ. അടുത്ത ശരിയായ പദം തിരഞ്ഞെടുക്കുകയാണ്. ഇതില്ലാത്ത വ്യത്യസ്തയുടെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. അത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത ശരിയായ വാക്യം കണ്ടെത്തുക. ഓപ്ഷൻ എ 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി. അടുത്ത ഓപ്ഷൻ ബി 100 ചതുരശ്ര മീറ്റർ വിസ്താരമായ ഭൂമി. ഓപ്ഷൻ സി 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി. ഓപ്ഷൻ ഡി 100 ചതുരശ്ര മീറ്റർ വിസ്തീർണതയോടുള്ള ഭൂമി. സോ ഈ വിസ്തീർണമായ നല്ല വിസ്തീർണമുള്ള ഭൂമി എന്നാണ് നമ്മൾ പറയുക. അതുകൊണ്ട് തന്നെ 92 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 93rd ചുവടെ നൽകിയിരിക്കുന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷയാണ് എനിക്ക് തലവേദനയുണ്ട്. ഓപ്ഷൻ എ ഐ ആം സഫറിംഗ് ഫോർ ഹെഡേക്ക്. ഐ ആം സഫറിംഗ് ബൈ ഹെഡേക്ക്. ഐ ആം സഫറിംഗ് ടു ദ ഹെഡേക്ക്. ഐ ആം സഫറിംഗ് ഫ്രം ഹെഡേക്ക്. നമ്മൾ തലവേദന ഫ്രം ഹെഡേക്ക് എന്നാണ് പറയുക. അതുകൊണ്ട് ഐ ആം സഫറിംഗ് ഫ്രം ഹെഡേക്ക്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത അറിയാനുള്ള ആഗ്രഹം ഒറ്റപ്പദമാണ്. ഓപ്ഷൻ എ ജിജ്ഞാസ. ഓപ്ഷൻ സി വിവക്ഷ. ഓപ്ഷൻ സി ജ്ഞാനം. ഓപ്ഷൻ സി ജ്ഞേയം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ജിജ്ഞാസ. 95 പക്ഷിക്കൂട് എന്ന പദത്തിന്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക എന്നാണ്. ഓപ്ഷൻ എ അഖം. ഓപ്ഷൻ ബി നീഡം.
ഓപ്ഷൻ സി കന്തളം, ഓപ്ഷൻ ഡി നെടിലം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് നീലം. ചേർത്തെഴുതുക വാക് പ്ലസ് വാദം. ഓപ്ഷൻ സി വാഗ്വാദം എന്നാണ് കറക്റ്റ് സ്പെല്ലിംഗ് ഇതിനകത്ത് തന്നിരിക്കുന്നതിൽ. 97 അമരം എന്ന പദത്തിന്റെ വിപരീത പദം. ഓപ്ഷൻ എ ഭ്രമരം, ഓപ്ഷൻ ബി അണിയം, ഓപ്ഷൻ സി അനാമരം, ഓപ്ഷൻ ബി നിരാമരം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അണിയം. 98 ചുവടെ ചേർത്തിരിക്കുന്നതിൽ നിന്ന് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്തുകയാണെന്ന്. താഴെ തന്നിരിക്കുന്നതിൽ നമ്മൾ പഴഞ്ചൊല്ലാണ് പറയേണ്ടത്. സോ അധികമായാൽ അമൃതം വിഷം, നെട്ടില്ല വട്ടയില, ഭഗീരഥ പ്രയത്നം, മനസാ വാചാ കർമ്മണ. ഇതിനകത്ത് ഓപ്ഷൻ എ ആണ് അധികമായാൽ അമൃതം വിഷമാണ് പഴഞ്ചൊല്ല്. ശരി ഉത്തരം തിരഞ്ഞെടുക്കുക, അതായത് പിടിച്ചെഴുതാനാണ് താവഴിയിൽ. അത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 90 സി ആണ്, തായ് പ്ലസ് വഴിയാണ്. അടുത്തത് പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമായാണ് കണ്ടെത്തുക എന്നാണ് പറയുന്നത്. അത് ഓപ്ഷൻ എ ബഹുവചനം, ഓപ്ഷൻ ബി ഏകവചനം, ഓപ്ഷൻ സി ദ്വിവചനം, ഓപ്ഷൻ ഡി അനേകവചനം. സോ ഇതിനകത്ത് ഓപ്ഷൻ ബി ഏകവചനമാണ് കറക്റ്റ് ആൻസർ. സോ ഞാൻ ഈ സെക്ഷനകത്ത് മാത്സും മെൻറ്റബിലിറ്റിയും ഉൾപ്പെടുത്തിയിട്ടില്ല, അതിൻ്റെ വേറെ വീഡിയോ ഇടുന്നതായിരിക്കും. സോ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് എല്ലാം റദ്ദ് ചെയ്ത് പോവുക അടുത്ത ഘട്ട എക്സാം എഴുതാൻ പോകുന്നവർ. സോ ഇതിൽ നിന്ന് എന്തായാലും റിപ്പീറ്റഡ് ആയിട്ട് 1-2 ക്വസ്റ്റ്യൻ വരും. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ എക്സാമിന് സ്കോർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്. LDCയും LGS ഒക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്യുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ.